ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതെ, നമ്മുടെ എല്ലായ്മയുടെ നടുവിൽ നിന്നും നാം ദൈവത്തിന് കൊടുക്കുന്ന സ്തുതി സ്തോത്രയാഗങ്ങൾ, ദൈവത്തിന് തൻ്റെ നാമത്തിന് തക്ക മഹത്വം നാം കൊടുക്കുമ്പോൾ, അതുപോലെ ദൈവനാമത്തിന് വേണ്ടി നമ്മളാകുന്നത് നമ്മുടെ എല്ലായ്മയുടെ നടുവിൽ നിന്ന് നാം ചെയ്യുമ്പോൾ, നിശ്ചയമായി കർത്താവ് നമ്മെ കാണുന്ന ദൈവമാണ്. നമ്മുടെ അവസ്ഥകളെ, സ്ഥിതികളെ, സാഹചര്യങ്ങളെ നന്നായി അറിയുന്ന കർത്താവ് നമ്മെ നിശ്ചയമായി അനുഗ്രഹിക്കും. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിലെ 44-ാം വചനം. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്നവരോട് പറഞ്ഞു. മാർക്ക് ചാപ്റ്റർ 12:44. They all gave out of their wealth, but she, out of her poverty, putting everything, all she had to live on. ഇവിടെ യേശു ക്രിസ്തു ഒരു വിധവയെ കുറിച്ച് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. സ്തോത്രം. യേശു ക്രിസ്തു ദൈവാലയത്തിൽ ജനങ്ങൾ ഓഫറിങ് ഇടുന്ന ആ പ്ലേസിൽ അവിടെ ഇരിക്കുമ്പോൾ, സ്തോത്രം, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒത്തിരി റിച്ച് പീപ്പിൾ, ധനവാന്മാർ കടന്നു വന്ന് അവരുടെ സമൃദ്ധിയിൽ നിന്ന് വളരെ ധനം ഓഫറിങ് ആയിട്ട് കൊടുക്കുന്നു. സ്തോത്രം, അവിടെ ഇടുന്നു. എന്നാൽ യേശു നോക്കിയപ്പോൾ ഒരു വിധവയായ സ്ത്രീ കടന്നു വന്ന്, അത് ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് ശരിയായ 2 കാശ് ഇട്ടു. ഇത്രയും ആൾക്കാരിടുന്നത് നോക്കിക്കൊണ്ടിരുന്ന യേശു, ഈ ദരിദ്രയായ വിധവ ഈ കാശിട്ടപ്പോൾ യേശു ക്രിസ്തു അവിടെ മൗനമായിരുന്നില്ല. തൻ്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ച് അവർക്കത് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവരോട് പറയുന്നു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു ഇവിടെ പറഞ്ഞത് സത്യമാണോ? ഒരിക്കലുമല്ല. ധനവാന്മാർ അവർ പലരും വളരെ ഇട്ടു എന്ന് അതിന് മുൻപിലത്തെ വചനത്തിൽ വായിക്കുമ്പോൾ യേശു ക്രിസ്തു ശിഷ്യന്മാരെ നോക്കി പറയുക, എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവയാണ് അധികം ഇട്ടത്. യേശു എന്താണ് അവിടെ ഉദ്ദേശിച്ചത്? അതേ, മനുഷ്യനോ മുഖത്തെ കാണുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളെ കാണുന്ന ദൈവമാണ്. മനുഷ്യനോ നമ്മുടെ പുറമേയുള്ളത് കണ്ട് നമ്മുടെ സാഹചര്യങ്ങളെ, നമ്മുടെ അവസ്ഥകളെ, നമ്മെ തന്നെ വിലയിരുത്തുമ്പോൾ, ദൈവമോ നമ്മുടെ അവസ്ഥ, ഹല്ലേലൂയ, നമ്മുടെ ആരോടും പറയാത്ത നമ്മുടെ സ്തോത്രം രഹസ്യ അനുഭവങ്ങളെ, ആരോടും ഷെയർ ചെയ്യുവാൻ കഴിയാതെ നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അറിഞ്ഞുകൊണ്ടാണ് ദൈവം നമ്മെ വിലയിരുത്തുന്നത്. സ്തോത്രം. യേശു എന്താണ് അങ്ങനെ പറഞ്ഞത്? അതാണ് 44-ാം വചനത്തിൽ നാം വായിച്ചത്. എല്ലാവരും സ്തോത്രം വളരെ ഇട്ടു, അത് അവരുടെ സമൃദ്ധിയിൽ നിന്നാണ് ഇട്ടത്. എന്നാൽ ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് പറഞ്ഞു. സ്തോത്രം. ഇല്ലായ്മയുടെ നടുവിൽ, അവൾ പോവർട്ടിയുടെ നടുവിലിരിക്കുമ്പോഴും എവരിത്തിങ്, ഹല്ലേലൂയ, എല്ലാം, അതും ഇനി തനിക്ക് ജീവിക്കുവാൻ ആവശ്യമായത്, അല്ലെങ്കിൽ ജീവിക്കുവാൻ വേണ്ടി താൻ വെച്ചിരുന്നത്, തൻ്റെ ഉപജീവനം മുഴുവനുമായി ആ ദൈവസന്നിധിയിൽ അവൾ നിക്ഷേപിക്കുവാനിടയായി തീർന്നു. യേശു ക്രിസ്തു അതിനെ തൻ്റെ ശിഷ്യന്മാരോട് എടുത്ത് പറയുന്നുണ്ട്. ഈ നാളുകളിൽ ഈ വചനം കേൾക്കുന്ന നമ്മോട് ഓരോരുത്തരോടും പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, ഇല്ലായ്മയുടെ നടുവിൽ നിന്നും എല്ലായ്മയുടെ നടുവിൽ നിന്നും ദൈവനാമത്തിന് വേണ്ടി വിതയ്ക്കുന്ന ഒത്തിരി പേര് ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. നിങ്ങൾ ആരും അറിയാതെ ഇല്ലായ്മയുടെ നടുവിലും ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്നതിനൊക്കെയും 100 മടങ്ങ് കർത്താവ് പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇനിയും എൻ്റെ ഇല്ലായ്മ ഒന്ന് മാറിക്കോട്ടെ, കുറച്ചുകൂടെ നന്മകൾ, കുറച്ചുകൂടെ അനുഗ്രഹങ്ങൾ, കുറച്ചുകൂടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മറുപടികൾ ലഭിച്ചിട്ട് ഞാൻ ദൈവനാമത്തിന് വേണ്ടി ചെയ്യാം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാമെന്ന് വിചാരിച്ച് ചിന്തിച്ച് തീരുമാനമെടുത്ത് കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഇല്ലായ്മയുടെ നടുവിൽ തന്നെ ഉള്ളതിനെ വിശ്വാസത്തോടുകൂടെ, ദൈവാശ്രയത്തോടുകൂടെ, മനഃപൂർവ്വമായി, സന്തോഷമായി ദൈവനാമത്തിന് വേണ്ടി നാം ചെയ്യുമ്പോൾ നിശ്ചയമായി ആരോടും കൈനീട്ടാതെ വണ്ണം, മനുഷ്യരിൽ ആശ്രയിക്കാതെ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതെ വണ്ണം കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതകരമായ വഴികളെ തുറന്ന് നാം പോലും വിചാരിച്ചിട്ടില്ലാത്ത വൻ കാര്യങ്ങൾ
കാര്യങ്ങളെ ചെയ്യുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. അതുപോലെ ദുഃഖത്തിന്റെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, ആമേൻ ഹല്ലേലൂയ, ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ, വേദനയുടെ സാഹചര്യങ്ങളിൽ നിന്ന പരിഹാസങ്ങളുടെ നടുവിൽ നിന്നും ദൈവത്തിന് സ്തുതി സ്തോത്ര യാഗങ്ങൾ അർപ്പിക്കുവാൻ കഴിയുമോ? ആമേൻ. ദൈവം പ്രസാദിക്കുന്നതോ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം ഒരു നാളും നിരസിക്കുകയില്ല. അതിനാൽ നുറുങ്ങിയ ഹൃദയത്തോടെ, തകർന്ന മനസ്സോടെ നാം കാണപ്പെടുമ്പോഴും, ദുഃഖത്തിലും ആശ്വാസമില്ലാതെയും ആരോരുമില്ലാതെയും നാം ഇരിക്കുമ്പോഴും, അവിടെയും നാം യേശുവിന്റെ നാമത്തെ ഉയർത്തിയാൽ, അവിടെ നാം ദൈവത്തെ സ്തുതിച്ചാൽ, അവിടെയും നമ്മുടെ ഹൃദയം നിറഞ്ഞ് നാം ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ, നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കാതിരിക്കത്തില്ല. നിശ്ചയമായി കർത്താവ് നമ്മുടെ അവസ്ഥകൾക്കും സ്ഥിതികൾക്കും വ്യത്യാസം നൽകി നമ്മെ മാനിക്കും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 4-ാം വചനത്തിൽ വായിക്കുന്നു, ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന്, അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. ഇവിടെ ഹാബേൽ ആട്ടിടയനായിരുന്നു. തനിക്കുള്ളതിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത്, ഉത്തമമായത്, ഊനമില്ലാത്തത് ഹാബേൽ ദൈവത്തിന് യാഗമായി സമർപ്പിച്ചത് കൊണ്ട് ദൈവം ആ തീരുമാനമുള്ള ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. ഈ നാടുകളിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നന്മകളിൽ, അനുഗ്രഹങ്ങളിൽ ഏറ്റവും ഉത്തമമായത്, ആമേൻ, സ്തോത്രം, നാം ദൈവത്തിന് വേണ്ടി കൊടുത്താൽ ദൈവം നമ്മൾ പ്രസാദിക്കും. അതുപോലെ നമ്മുടെ എല്ലായ്മകളിൽ നിന്നും അവൻ അതുപോലെ അവൻ ഒന്നും നാളേക്കായി, അല്ലെങ്കിൽ അടുത്ത ദിവസത്തേന് എനിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി എന്ന് നാം കരുതണം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. എന്നാൽ ആമേൻ, സ്തോത്രം, 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 ഇല്ലായ്മയുടെ നടുവിൽ നിന്നും നാം ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്നത് ദൈവം മറന്നു കളവാൻ രീതിയുള്ള ദൈവമല്ല. അമ്മയെ നാം ഇന്ന് കണ്ണുനീരോടെ വിധിക്കുന്നത് ആർപ്പോടുകൂടെ നാം കൊയ്യും. സ്തോത്രം. ഈ നാളുകളെ ഇല്ലായ്മയുടെ നടുവിലും പിറുപിറുക്കാതെ, അവിശ്വസിക്കാതെ, സംശയിക്കാതെ, അമ്മേൻ ഇല്ലായ്മയുടെ നടുവിലും ഈ ദരിദ്രയായ വിധവ ചെയ്തതുപോലെ അവൾ ആലയത്തിൽ കടന്നു വന്നു, ഓഫറിങ് അർപ്പിച്ചു, അവൾ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഈ നാളുകളിൽ പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും സ്തുതി സ്തോത്രയാഗങ്ങളെ അർപ്പിക്കാം. ഭവനങ്ങളിലും അമ്മ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് സാഹചര്യങ്ങളെ നോക്കാതെ ദൈവത്തെ സ്തുതിക്കാം. അതുപോലെ ആലയത്തിൽ കടന്നുപോയി ദൈവത്തെ മനുഷ്യരെ നോക്കാതെ വേണം ദൈവത്തെ മാത്രം നോക്കി പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോട് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. കർത്താവ് നിശ്ചയമായി എല്ലായ്മയുടെ നടുവിൽ നിന്നും നാം ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്നതും കർത്താവ് കണ്ട് നിശ്ചയമായി ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലായ്മകൾ ആരും അറിയരുതെന്ന് വെച്ച് കർത്താവോടും പറയാതെ, അപ്പോൾ ആ സ്തോത്ര കുടുംബങ്ങളാൽ കർത്താവ് അല്ലെങ്കിൽ പേഴ്സണലി ഒത്തിരി സ്ട്രഗിളിലൂടെ, ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പാ യേശുവേ, പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലായ്മയുടെ നടുവിലും ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ, തളർന്നു പോകാതെ, അപ്പ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ നാമത്തിന് വേണ്ടി അപ്പ അധികമായി ഞങ്ങൾ പ്രവർത്തിപ്പാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ അവസ്ഥകളെ, സ്ഥിതികളെ നന്നായി അറിയുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. അങ്ങയുടെ ഹൃദയങ്ങളെ കാണുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. നന്ദി അപ്പ. സകലമായ മുഖത്ത് പുകഴ്ച അങ്ങേക്ക് തരുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഏതോന്നി പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.